ഇതിനകത്ത് ചെറിയുടെ ഒരു ഉണ്ടായിട്ടാണ് ചെയ്യുന്നത്. പ്രവാസിയായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു ഗതി കിട്ടാതെ അറിയുന്ന ഒരു മോട്ടോർ കച്ചവടക്കാരനായിട്ട് നടക്കുന്ന ഒരു ആളായിട്ടാണ്. അപ്പോൾ ചെറിയുടെ കുറേ പൈസയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ചെറിയനെ കാണുന്നു, ചെറിയനെ ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ മുങ്ങുന്നു. അങ്ങനെ ഒരു കൂട്ടി പോകുന്നു. എന്തായാലും ഞാൻ കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്ര എമോഷണലായിട്ട് ഞാൻ കരഞ്ഞ് അഭിനയിച്ച ഒരു പടമാണ്. കാരണം ഞാനത് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഡബ് ചെയ്യാൻ നേരത്തെ എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഡബ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അതുപോലെ കരയാൻ പറ്റിയില്ല സ്റ്റുഡിയോയിൽ കൊണ്ട്. അപ്പോൾ സാഹചര്യത്തോട് പറഞ്ഞു ഇത് അജിത്ത് ചെയ്തോ, അജിത്ത് തന്നെ ചെയ്യും. ഞാനത് എൻ്റെ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പടം 19 റിലീസാകുകയാണ്. എല്ലാവരും നിങ്ങൾ തന്നെ പോയി കാണണം. അഭിപ്രായങ്ങൾ പറയാം, എല്ലാ അഭിപ്രായങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, സൂര്യായിരിക്കട്ടെ. എനിക്ക് പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല, എങ്കിലും ഒരു ലൈഫുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജിജോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം ഒരു റെസ്പോണൻ്റായ ആ കഥ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഹീറോയെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ. അത് ഐ തിങ്ക് ഈ സിനിമയ്ക്ക് ഒരു ലൈഫാണെന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്. ഭക്തിഗാനത്തിൽ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വിശുദ്ധമ്മയുടെ പാട്ട് എഴുതാൻ പറ്റിയത്. ഒറ്റവാക്കി എനിക്ക് പറഞ്ഞു, ജിജോ ഒരു കൊച്ചു കാര്യം പറഞ്ഞു, ഇതൊരു ചെറിയ വലിയ സിനിമയാണ്. ബൈബിൾ പറയുന്നുണ്ട്, എൻ്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെ എൻ്റെ അന്ത്യം മഹത്തരമായിരിക്കും. അപ്പം അങ്ങനെ ലൈഫുള്ള ഒരു സിനിമയായിരിക്കട്ടെ, അതിൽ മഹത്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടട്ടെ. മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാകട്ടെ, നല്ലൊരു വിലയിരുത്തൽ, സത്യമുള്ള വിലയിരുത്തൽ ഉണ്ടാകട്ടെ. തീർച്ചയായും പ്രത്യേകം അഭിനന്ദിക്കുന്നു, പാടുന്ന ജിജോയെ അഭിനന്ദിക്കുന്നു, എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു.